ഇനി തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്തത് തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി വി ജോയ് MLA ഒരു തകർപ്പൻ ഡയലോഗാണ്. അതും ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥിയും സ്വയം പ്രഖ്യാപിത BJP മേയർ സ്ഥാനാർത്ഥിയുമായ ശ്രീലേഖ IPS പറ്റി. ജോലിയിൽ കയറി ഇന്ന് വരെ 1 ഡസനോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ തണലിൽ സുരക്ഷയിൽ സേവനത്തിന്റെ സുഖം പറ്റി കഴിയാൻ ഭാഗ്യം ചെയ്ത വനിതാ IPS ഓഫീസറാണ് DGPയെ വിരമിച്ച ശ്രീലേഖ. അവർ ശാസ്തമംഗലം എന്ന വെറും ഒരു വാർഡിന്റെ കൗൺസിലറായി ജയിച്ചു എന്ന് കരുതിക്കൊള്ളൂ. അങ്ങനെ കൗൺസിലർ ആകുമ്പോൾ ഇത്രയും കാലം പോലീസിന്റെ തലം ജീവിച്ച അവർ റോഡിലൊരു നായ ചത്ത് കിടന്നാൽ എന്ത് ചെയ്യും? അതിനെ എടുത്ത് കുഴിച്ചിടാൻ തൂമ്പയുമായി ചെല്ലുമോ? അതോ തന്റെ സന്തത സഹചാരികളായ പോലീസുകാരെ പറഞ്ഞു? കേരളം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് വി ജോയ് ഇപ്പോൾ തുറന്നടിച്ചത്. എത്ര BJP സ്ഥാനാർത്ഥികൾക്ക് ഇതിനുള്ള ആർജവമുണ്ട് ഇതേപോലെ ഒരു നായ ചത്ത് കിടന്നാൽ തൂമ്പയെടുത്ത് കുഴിച്ചിടാൻ? നഗരഭരണത്തിൽ ആ ലോക്കൽ ഇടപെടൽ നടപ്പാക്കി ഇവരൊക്കെ ജയിക്കാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? എത്ര BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് തൂമ്പയെടുത്ത് അടഞ്ഞൊരു ഓട വൃത്തിയാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രദേശം രോഗബാധിതമായ പ്രദേശം സാനിറ്റൈസ് ചെയ്യാൻ, അതൊക്കെ പോട്ടെ, വിശന്നിരിക്കുന്ന ഒരു കുടുംബത്തിന് ഒരു പൊതി ചോറ് നൽകാൻ എത്ര പേർക്ക് ആർജവമുണ്ട്? എത്ര പേർക്ക് അതിനുള്ള ഊളത്തരമുണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇടതിന്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ വ്യക്തമാണ്. അതേസമയം കോൺഗ്രസ് പ്രഖ്യാപിച്ച പട്ടികയെ മുണ്ടിയും മുടന്തിയും പോകുന്ന സ്ഥാനാർത്ഥികളാണെന്ന് വ്യക്തമായി പറഞ്ഞു. പിന്നെ ശാസ്തമംഗലത്ത് സാക്ഷാൽ DGP ശ്രീലേഖയെ നേരിടുക CPMന്റെ അമൃത ആറാണ്. ഇനി കളി കാത്തിരുന്ന് കാണാം. കുന്നുകുഴിയിൽ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ IP ബിനു മത്സരിക്കും. ബിനുവിന്റെ ജനകീയ ഇടപെടൽ കുന്നുകുഴി വാർഡിൽ മാത്രമല്ല, കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ നഗരം മൊത്തം കണ്ടതാണ്. പ്രളയ സമയത്ത് ചെങ്ങന്നൂരടക്കം കണ്ടത്, ഓക്കി സമയത്ത് തീരദേശ നാട്ടുകാർ കണ്ടതാണ് ബിനുവിന്റെ കർമ്മശേഷി. കോവിഡിൽ തലസ്ഥാനത്തെ മിക്ക വാർഡുകളും കണ്ടതാണ് IP ബിനുവിന്റെ ആ കോവിഡ് സമയത്തെ സംഘാടനം. അതുകൊണ്ട് അവർക്കാർക്കും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പിന്നെ പേട്ടയിൽ CPI നേതാവ് ദീപക്, വഞ്ചിയൂർ ബാബു, അങ്ങനെ പോകുന്ന ഇത്തവണത്തെ CPMന്റെ എക്കാലത്തെയും പോലെ കരുത്തരുടെ നിര. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള കരുത്തരായ LDF സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് BJP പ്രഖ്യാപിച്ചത്. 93 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടമായി ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചത്. 8 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഘടകകക്ഷികളുമായുള്ള അന്തിമ ചർച്ചയ്ക്ക് ശേഷം ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 70 സീറ്റുകളിൽ CPM മത്സരിക്കും. 17 സീറ്റുകളിൽ CPIയും 3 സീറ്റുകൾ വീതം കേരള കോൺഗ്രസ് MM RJD മത്സരിക്കും. ജനറൽ എസിന് 2 സീറ്റ്, INL 1 സീറ്റ്, കോൺഗ്രസ് എസിന് 1, NCPക്ക് 1, കേരള കോൺഗ്രസ് Bക്ക് 1, ജനാധിപത്യ കേരള കോൺഗ്രസ് 1, JSSന് 1. ഇങ്ങനെയാണ് ഇടത് മുന്നണിയിലെ തിരുവനന്തപുരം നഗരസഭയിലെ ഘടകകക്ഷികളുടെ കക്ഷിനില. യുവത്വവും പരിചയസമ്പന്നതയും ചേർന്ന സ്ഥാനാർത്ഥികളെയാണ് LDF ഇത്തവണ അവതരിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികളിൽ 30 വയസ്സിന് താഴെയുള്ളവർ 13 പേരുണ്ട്. 40 വയസ്സിന് താഴെ 12 പേർ. ആറ്റിപ്പുഴ ശിവദത്ത് മെഡിക്കൽ കോളേജിൽ SS സിന്ധു, ഗൗരിച്ചപ്പെട്ടത് അഡ്വക്കേറ്റ് C പാർവതി, പെരുന്താന്നിയിൽ അനുജയനൽ, ചാക്കയിൽ K ശ്രീകുമാർ, കാച്ചാണിയിൽ ആരോമൽ KG, കേശവദാസുപുരത്ത് VS ശ്യാമ, കവടിയാർ സുൽകുമാറാകും കവടിയാറിൽ നമ്മുടെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ശബരിനാഥൻ. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെടുന്നവർ തന്നെയാണ് ഈ മേലെ പറഞ്ഞ സ്ഥാനാർത്ഥികളെന്ന് വി ജോയും പറഞ്ഞു, ജനത്തിനും അറിയാം. തിരുവനന്തപുരം ഇന്ന് കാണുന്ന വിധത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും പൂർത്തീകരിച്ചതും LDF തന്നെയാണ്. ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റിയെടുക്കാനായി തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനിയും തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റിയെടുക്കേണ്ടതുണ്ടെന്നുമാണ് CPMന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ കരുത്തരായ ഒരു നിര യുവ സ്ഥാനാർത്ഥികളെ നിർത്തി CPM വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ലക്ഷ്യം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം നിലനിർത്തുക. തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ആര്യ S രാജേന്ദ്രൻ കൊണ്ടുവന്നിരിക്കുന്ന വിവിധ കോടികളുടെ വികസന പദ്ധതികൾ മറ്റാരും കൈയിട്ട് വാരാതെ വളരെ കൃത്യമായത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. വികസന പദ്ധതികളുടെ തലസ്ഥാനത്ത് ഒരു മെട്രോ പദവിയിലേക്ക് ഉയർത്തുക എന്നത് തന്നെയാണ് LDFന്റെ CPMന്റെ ലക്ഷ്യം.